വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു വീഡിയോ ഇടുന്നതിനൊക്കെ. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന എൻ്റെ ഒരു യെല്ലോ ടെക്സ്ചറോ ഗപ്പിയുടെ ടാങ്ക് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനാണ്. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് എത്ര മീനുണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മൾ മൊത്തത്തിനെ പിടിച്ച് ഇതിൽ എത്ര മീനുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ പുതിയൊരു ഷീറ്റ് ഇതിനകത്ത് വിരിച്ച് ഒരു ടാങ്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സീറോ, അതായത് ലോ കോസ്റ്റിൽ ടാങ്ക് ഉണ്ടാക്കുന്ന രീതി, മെത്തേഡ് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു ആൻസറും കൂടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ പെപ്പറിനെ വെളിയിലിറക്കിയിട്ടുണ്ട്. പെപ്പറിനെ വെളിയിലിറക്കിയിരിക്കുന്ന ആളെ ഒന്ന് കുഞ്ഞാറ്റ ഉണ്ട്. എവിടെ പോവാ പെപ്പർ? ഓക്കെ, നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഞാൻ ജസ്റ്റ് അവർ വന്നപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ ക്യാമറമാൻ ഉണ്ണിക്കുട്ടൻ്റെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു പീസ് കാണിച്ചു തരൂ. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു. അതായത് ഈ ടാങ്ക് നിലവിൽ നമ്മൾ കുറച്ച് നാളായിട്ട് ക്ലീൻ ചെയ്യാതൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആവശ്യം പോലെ മീൻ കുഞ്ഞുങ്ങളും വലിയ മീനുകളും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ ആദ്യമേ പിടിച്ചതിന് ശേഷം ഈ ടാങ്ക് മൊത്തത്തിൽ ഇതിനകത്തിലെ വെള്ളം മൊത്തം ക്ലീൻ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതിനൊരു ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളം നിറച്ചിട്ടപ്പം വളരെ പെട്ടെന്ന് തന്നെ വെള്ളം താന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിന് എന്തെങ്കിലും ഒരു ലീക്ക് കാണുമെന്നാണ്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഷീറ്റ് മാറി പുതിയ ഷീറ്റ് ഇടണം. ഇത് ഏകദേശം ഒരു 250 രൂപ വില വരുന്ന ഒരു PVCയുടെ മെറ്റീരിയലാണ് ഈ ഒരു ഷീറ്റ്. അപ്പോൾ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യണോ വേണ്ടായോ എന്ന് നമ്മൾ വെള്ളം പറ്റിച്ചതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ബേസിനകത്തോട്ടാണ് മീനെ പിടിച്ചിടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തികയത്തില്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ മീൻ കിടപ്പുണ്ട്. എന്നാൽ ഇതിൻ്റെ മൊത്തത്തിൽ എത്ര ഉണ്ടെന്നൊന്നും ഒരു പിടിയില്ല. നമ്മൾ മൊത്തത്തിൽ പിടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബേസിനിലോട്ട് പിടിച്ചിട്ട് നോക്കാം. ഒരു ചെറിയ വലയുള്ള ചെറിയൊരു മീഡിയം സൈസ് വലയാണ്. നമ്മുടെ ഇതിൻ്റെയൊക്കെ പോരുന്ന ഒരു വല ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി, അത് കീറിപ്പോയി. അപ്പം നമുക്കിതിലേക്ക് ആദ്യമേ പിടിച്ചിട്ട് നോക്കാം. ഒരു 2 അടി താഴ്ചയുണ്ട് ഈ ഒരു ചെറിയ പോണ്ടിന്. ഏകദേശം ഒരു 2 വർഷമാകുന്ന ഈ ഒരു പോണ്ട് ഞാൻ ചെയ്തിട്ട് നല്ല ലാസ്റ്റ് ഉണ്ടായിരുന്നു, കുറേ നാൾ നിന്നു. അപ്പോൾ എന്തായാലും ഇപ്പം വെള്ളം വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, കരിയിലൊക്കെ ആവശ്യം പോലെ കിടപ്പുണ്ട്. ആദ്യമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് കരിയിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അതെല്ലാം കൂടെ മിക്സായി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ കിടക്കുന്ന ഗപ്പി എന്ന് പറയുന്നത്. യെല്ലോ ടെക്സ്ചറോയാണ് കേട്ടോ. കുറേ മീനെ നമ്മൾ പിടിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം ഇതിനകത്തോട്ട് ഈ വലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങളൊക്കെ പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര ഒഴിച്ചതിനകത്തൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം വലിയ മീനുകളാണ്, അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഗപ്പീസാണ് ഉള്ളത്. ആദ്യമേ തന്നെ നമ്മൾ ചെറുതിനെ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുറേ നാളും കൊണ്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് വെള്ളത്തിന്. പിന്നെ ഇതിനകത്ത് നിറച്ച് കരിയില വീണ് കിടപ്പുണ്ടായിരുന്നു. നിലവിൽ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റ് അത്രയ്ക്ക് കംഫർട്ട് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് നന്നായിട്ട് കരിയില വീണുകൊണ്ടിരുന്നത്. അതെ, ഇത്തരത്തിലുള്ള ഗപ്പീസിനൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇപ്പം കാണിച്ചു, ഇതാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് ഇപ്പം നമ്മൾ കളക്ട് ചെയ്തേക്കുന്ന ഗപ്പീസ് ടോട്ടലായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 100-500 ഗപ്പീസ് ഇതിനകത്ത് കാണുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു ടാങ്കിലെ വെള്ളം മൊത്തം പറ്റിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എവിടെയോ ഒരു കിഴുത്തയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ഷീറ്റ് ചേഞ്ച് ചെയ്യാം. 2 വർഷത്തോളം ആയതാണ്, അപ്പം ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഏത് രീതിയിലുള്ള ഷീറ്റാണ് മേടിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കാണാം. നമുക്ക് ഒരുമിച്ച് കടയിൽ പോയി ഞാൻ മേടിക്കുന്ന ഷീറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന ഗപ്പീസാണ് ഇത്രയും കേട്ടോ. ഈ ഒരു ചെറിയ ബേസിനകത്ത് നിൽക്കത്തില്ല, നമ്മൾ വേറൊരു ബേസിനകത്തിലോട്ട് മാറ്റാൻ പോവാണ്. കുറച്ചുകൂടെ വലിയ ബേസിനിലോട്ട് മാറ്റാൻ പോവാണ്. നമ്മളിത് കടയിൽ പോയി സാധനം വാങ്ങി കേട്ടോ. വാങ്ങിച്ചപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയി മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മേടിച്ച ഷീറ്റ്
1 kg 130 രൂപ റേറ്റുള്ള ഒരു ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു PVCയുടെ മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ തിക്നെസ് GSM-ലാണ് പറയുന്നത്. കറക്റ്റായിട്ട് എനിക്ക് എത്ര GSM ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പോണ്ടിനകത്തിൽ ഇതേ സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് എങ്ങനെയാണ് ആ ഒരു പോണ്ടിലേക്ക് ഇടാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിനെ കട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 ലെയറാണ് കേട്ടോ. ഏകദേശം 1 മീറ്റർ വീതി വരുന്ന 2 ലെയറാണ് ഇതിനകത്തിലുള്ളത്. ഇത് നമ്മളിത് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്ത്, ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു ഷീറ്റ് അറിയാമെന്ന് തോന്നുന്നു. അതെ, ഇതിനകത്തൂടെ ഒരു ലെയർ, രണ്ട് ലെയറാണ് വരുന്നത്. ഇത് നമ്മൾ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പം നമുക്ക് ഇതൊരു ഒറ്റ ഷീറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതിങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. എൻ്റെ കൈ ഇല്ല ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഷീറ്റ് കറക്റ്റ് നമ്മൾ മേടിച്ച അതേ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കുളത്തിൻ്റെ പണി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ടോപ്പ് വരെ വെള്ളം കയറ്റിയിട്ടിട്ടുണ്ട്. ഇത്രയും വെള്ളം കയറ്റിയിട്ടത് ഇപ്പം ഉണക്ക സമയമാണ്. അപ്പം വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും വെള്ളം കയറ്റിയിട്ടത്. സാധാരണ മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാഫേ വെള്ളം ഇടാറുള്ളൂ, കാരണം മഴ പെയ്ത് വെള്ളം കൂടുമെന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ചെറിയ ഓവർഫ്ലോയും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം ആവശ്യമില്ല, പിന്നീട് മഴയൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഓവർഫ്ലോയുടെ യൂസ് ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ടൊരു ഓവർഫ്ലോയുടെ ഒരു ചെറിയൊരു കുഴൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത് കേട്ടോ. കണ്ടു കഴിയുമ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ ഒരു ലുക്ക് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്ലാക്ക്, ബ്ലൂ അങ്ങനെയൊക്കെ കളറിലുള്ള ഷീറ്റായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു നിറം നമുക്ക് പുതിയതായിട്ട് കിട്ടിയതുകൊണ്ട് വെള്ളവും അത്യാവശ്യം ഒരു വൃത്തിയുണ്ട് പോണ്ട് കാണാൻ. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ പിടിച്ചു വെച്ചിരുന്ന മീനുകളെ നമുക്ക് തിരിച്ചു വിടാം. പിന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുളങ്ങൾ ചെയ്യുമ്പം ഇതിനകത്തിൽ വെള്ളം നമ്മൾ പുതിയ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പക്ഷേ വെള്ളത്തിൻ്റെ pHും കാര്യങ്ങളൊക്കെ ലോ ആയിരിക്കാം. അപ്പം അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ചിലപ്പം ഇത്രയും മീനുകളെ ബൾക്കായിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ചത്തുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വേണം. ഇപ്പോൾ ഞാൻ ഇത് ചെക്ക് ചെയ്യാതെ ഇടുന്നത്, നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ കണ്ടീഷൻ എനിക്കറിയാം. മറ്റുള്ള മീനുകളും ആ വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇതുവരെ എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ മറ്റുള്ള വീടുകളിലൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ചും നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. പിന്നെ ഗപ്പീസിനെയല്ലേ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉണക്ക വാഴയില കൊണ്ടിട്ടേക്കാം. വാഴയില ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ കുറച്ച് ബാക്ടീരിയസൊക്കെ ഫോം ആവും. അപ്പോൾ ലൈഫ് ഫീഡുകൾ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് ടോപ്പിൽ നിൽക്കുന്ന ടൈപ്പ് പായലുകൾ കൊണ്ടിടണം. ഫ്രോഗ് ബീറ്റ് ഉണ്ട്, അതിടണം. കുറച്ച് ഫോക്സ് ടെയിലും ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് ആ മീനെ ഇടുന്ന ഒരു പരിപാടിയും കൂടെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒരു നെറ്റ് കെട്ടണം കേട്ടോ. നെറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൊക്കിൻ്റെ ശല്യം ആവശ്യം പോലെ ഉണ്ട്. അപ്പം കൊക്ക് വന്ന് മീനുകളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇപ്പം നെറ്റ് കെട്ടാൻ പോകുന്നത്. നമ്മുടെ മറ്റുള്ള ടാങ്കുകളുടെ മുകളിൽ ഇതേപോലെ തന്നെ നെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 വീക്കിന് മുന്നേ ഞാൻ ചെയ്തൊരു ടാങ്കാണ്. ഇതിനകത്ത് കോയിടെക്സ് ലോയാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിടക്കുന്നുണ്ട്. ഔട്ട്ഡോർ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രോഗ് ബീറ്റ് പായലും ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു പായലും കൂടി ഇട്ട് മീനിനെയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ പിടിച്ചു വെച്ച മീനെ ഈ ഒരു ടാങ്കിലേക്ക് ഇടാൻ പോവാണ്. ഡയറക്റ്റ് ഇടുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ,
ഇതിനകത്ത് കുറച്ച് പായലുണ്ട്. അതായത് നമ്മുടെ ഈ മോളി പൊങ്ങി കിടക്കുന്ന ടൈപ്പ് കുഞ്ഞു പായലുണ്ടല്ലോ, ആ പായൽ ഇതിനകത്ത് നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഇതിനടിയിൽ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ കോരിയിട്ട കൂട്ടത്തിൽ അടിയിലത്തെ ചെളിയും മണ്ണും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിത്ത് ഇതിനകത്ത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മീനെ ഡയറക്റ്റ് കോരി എടുത്തിടുന്നത്. സാധാരണ നമ്മൾ മീനെ ഇടുമ്പം ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒഴിച്ച ടെമ്പറേച്ചറും തമ്മിൽ ഈക്വൽ ആക്കിയിട്ടേ മീനെ ഇടാവൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് മീനിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറച്ച് നേരം ഈ ഒരു ബേസൺ ഈ ഒരു ഇതിനകത്തിലോട്ട് ഇറക്കി വെച്ച് ടെമ്പറേച്ചർ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് ഡയറക്റ്റ് അങ്ങോട്ട് എടുത്തിടുന്നത്. സാധാരണ നമ്മൾ ഈ വെള്ളം ഡയറക്റ്റ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും മീനെ ഇതിനകത്തേക്ക് ഇടാം. എല്ലാം മുകളിൽ തന്നെ പൊങ്ങി കിടക്കുക, കാരണം ഇത്രയും മീനുകളുള്ളത് കൊണ്ട് നന്നായിട്ട് മുകളിൽ പൊങ്ങി കിടക്കുക. അതിന് എയർ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതെല്ലാം യെല്ലോ ടെക്സ്ചറോസാണ്. നമുക്ക് എന്തായാലും ഇതിനകത്തിലേക്ക് ഇടാം. നമ്മൾ ഇതിലേക്ക് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വാഴയില, പായൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ദിവസത്തിനുള്ളിൽ നാളത്തേക്ക് തന്നെ വെള്ളം നല്ല രീതിയിലൊന്ന് കണ്ടീഷനായി വരും. മീനുകൾക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് തന്നെ കിട്ടുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ടാങ്കുകളും ഇതേ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കിടക്കുന്ന വാഴയില ജീർണിക്കുമ്പോൾ ഇതിനകത്ത് ഇൻഫോസോറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഫോം ആകും. ആ ഒരു ബാക്ടീരിയ നമ്മുടെ ഗപ്പീസിന് നല്ലൊരു ഫീഡാണ്, നല്ലൊരു ലൈഫ് ഫീഡാണ്, മൊയിനയൊക്കെ പോലെ തന്നെ. അപ്പം നമുക്ക് എന്തായാലും ഇത്രയും പരിപാടികളൊക്കെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ച പ്ലാൻ ചെയ്തത്. അത് അതേപോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി, അതിക്രമിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നതാണ്. അതായത് വ്ളോഗിങ്, ട്രാവൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 500 കഴിഞ്ഞു. ഇത്രയും ഞാൻ വെറും ഒരു 30-35 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയത് നിങ്ങളുടെയൊക്കെ മാത്രം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ 10K വ്യൂ ആയിട്ടുണ്ട്. അതും ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത വീഡിയോ ആണ്. അതിന് ഇത്രയും സപ്പോർട്ട് തരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല. അപ്പം നിങ്ങളുടെയൊക്കെ നല്ല ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞാനിപ്പം ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതുന്നു. നല്ല നല്ല വീഡിയോകളും മുന്നോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.